മാജിക് ഒലിഫ് പ്രൗഡ് ഇത് കൂട്ടി മിക്സ് ചെയ്തിട്ടാണ് ഇപ്പോൾ അടിക്കുന്നത്. ഇപ്പോൾ ഇത് രണ്ടാം തവണയാണ് നമ്മൾ വളം കൊടുക്കുന്നത്. നമ്മളെ പെരിയശോല മാങ്ങാമരത്ത് എൻ്റെ ഭാര്യൻ്റെ കുടുംബസ്വത്ത്, അത് ഞങ്ങൾ വാങ്ങിച്ചതാണ്. നമ്മൾ ഈ കാപ്പിത്തൈകൾ വെച്ചിട്ട് ഒരു വർഷം തികയുന്നുള്ളൂ. ശരിക്കും ഒരു 2.5 വർഷം വരെയൊക്കെയാണ് നമുക്ക് കാപ്പി വരുമാനമാകാൻ സമയമെടുക്കാറ്. പക്ഷേ നമ്മളെ ഇന്ത്യാഗ്രോൻ്റെ പ്രൊഡക്റ്റ് അത് നാനോ ടെക്നോളജിയാണ്. അതിൻ്റെ പവർ ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ പവറാണ് ഈ കാണുന്നത്. ഇതിപ്പോൾ കാപ്പിത്തൈ വെച്ചിട്ട് അതിൻ്റെ ഇടയിൽ ഇടവേള കൃഷി 2 തവണ പാവൽ പയറൊക്കെ നട്ടു. നല്ല വിളവെടുപ്പ് അവർക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മളെ കാപ്പിത്തൈകൾ ഈ കൃഷിയെക്കുറിച്ച് അറിയുന്ന ആളുകൾക്ക് അറിയാം, ഒരു വർഷം കൊണ്ട് ഇപ്പോൾ ഇതിങ്ങനെ ആയി കിട്ടൂലല്ലോ. അപ്പോൾ ഒരു വർഷം തികഞ്ഞ് ആയി വരുന്നുള്ളൂ. ഇപ്പോൾ തന്നെ ഇതിൽ ഉണ്ടോ, അതിലൊക്കെ പൂ വന്നു. അപ്പോൾ ഈ പൂക്കളൊന്നും ഇപ്പോൾ നിർത്തുന്നില്ല. കാരണം ഒരു വർഷം പ്രായം തികയാത്ത ചെറിയ വലിപ്പം കൊണ്ടുണ്ടെങ്കിലും പ്രായം കൊണ്ടായിട്ടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിൻ്റെ പൂക്കളൊക്കെ തിരുമ്പിക്കളയാണ്. പൂക്കൾ മാത്രമല്ല കായ്കൾ ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ വാതുകളൊക്കെ ഒന്ന് ശക്തിപ്പെടാനും നല്ല രീതിയിൽ ഒന്നുകൂടെയൊക്കെ വളരാനൊക്കെ അതിൻ്റെ ഇപ്പോഴത്തെ കായ്ഫലങ്ങളൊക്കെ ഒഴിവാക്കലാണ് കാപ്പിക്കുരു ആയി വരുന്നതിന് മുമ്പ് തന്നെ പൂവാകുമ്പോൾ തന്നെ അതൊക്കെ ഉണ്ടോ, അത് അതിൻ്റെ കാപ്പി കുരു ആയി വരുന്നതാണത്. അപ്പോൾ നമ്മളതൊക്കെ തിരുമ്പിക്കളയാണ്. അപ്പോൾ ചിലതൊക്കെ ചെറിയ വളർച്ചക്കുറവുണ്ടെങ്കിലും ഒരു 75% നല്ല രീതിയിൽ വിളവ് വന്നിട്ടുണ്ട്. കണ്ടോ, ഈ കാപ്പിയിലൊക്കെ ഇപ്പോൾ അത്യാവശ്യം ഒരു 2 കൊല്ലത്തിൻ്റെ മുകളിൽ 2.5 കൊല്ലക്കായി വരുമ്പോൾ ഉണ്ടാകുന്ന അത്ര കായ് ഫലങ്ങൾ കാപ്പിക്കുരു ഇതിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അമ്മോനാണ് അവിടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. വളം കൊടുക്കേണ്ട രീതിയും കാര്യങ്ങളും. ഇപ്പോൾ ഈ ഇലക്കൊന്നും ഇങ്ങനെ ഒരു കുത്തും പുള്ളി ഇല്ല. അത് അങ്ങനെ വരാൻ കാരണം അതിൻ്റെ അടിയിലുള്ള കാടുകൾ കുറച്ചുണ്ടായിരുന്നു. അപ്പോൾ അതിന് ഈ പുല്ലുണങ്ങുന്ന മരുന്നടിച്ചപ്പോൾ കാറ്റിൽ അതിൻ്റെ സ്പ്രേ ഒന്നിങ്ങനെ പോയതാണ്. മറ്റേതൊക്കെ നല്ല നമ്മളെ ഗ്രോ മാജിക് ഒലിഫും അടിച്ചു കഴിഞ്ഞാൽ നല്ല കിളിർത്ത് വരും. കാപ്പിയൊക്കെ നല്ല ഇരുണ്ട കളറായി വരും. കണ്ടില്ലേ, ഇതൊക്കെ കാപ്പി പഴം ആകേണ്ടതാണ്. പക്ഷേ നമ്മളൊക്കെ നിർത്തണില്ല. അപ്പോൾ അതൊക്കെ തിരുമ്പിക്കളഞ്ഞ് അതിന് നല്ല ഒരു ആശ്വാസം കൊടുക്കുകയാണ്. ഈ സമയത്ത് ഇപ്പോൾ കാപ്പിക്ക് നല്ല സ്ട്രെസ്സ് വരുന്നൊരു സമയമാണ്. കാരണം ഈ അമ്ലമഴ നല്ലോണം നീലഗിരി ജില്ലയിലാണല്ലോ. അമ്ലമഴയുള്ള സ്ഥലത്ത് ഇപ്പോൾ കാപ്പിക്ക് നമ്മൾ ശരിക്കും കാൽസ്യം കൊടുക്കണം. അതിന് നമ്മൾ നീറ്റ് കക്ക കുറച്ച് ഒരു 250 ഗ്രാം ചെറിയ തൈകൾക്കൊക്കെ കൊടുത്താൽ മതി. വലിയ തൈകളാകുമ്പോൾ കുറച്ച് കൂടുതൽ കൊടുക്കണം. അവിടെ നിറച്ച് കായ്കളാണ് അതൊക്കെ. ആ കൂട്ടത്തിൽ നമ്മൾ ഭൂവസ്ത്രയും കൊടുക്കുക. അതൊക്കെ കായ്കളാണ്. അതിൽ നിന്ന് പറിച്ച് ഓരോ കാപ്പിൻ്റെയും മുരട്ടിൽ അതൊക്കെ കിലോ കണക്കിന് വരേണ്ട സാധനങ്ങളാണ്. അപ്പോൾ അത് മിക്സ് ചെയ്തിട്ട് നമ്മൾ ചെറിയ രീതിയിൽ ഭൂവസ്ത്ര കൊടുത്ത് ഒലിഫും ഗ്രോ മാജിക്കും കൂട്ടി അടിക്കുക. പിന്നെ എന്തെങ്കിലും ഇതിന് ചെറിയ രീതിയിൽ ഈ മുഞ്ഞൻ്റെ ഒരു വെള്ള പൂപ്പൽ വരാറുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ അതിന് പ്രൗഡും കൂടി കൂട്ടി അടിക്കുക. ഇതിൻ്റെ അടിയിൽ ഇപ്പോൾ കണ്ടില്ലേ, മറ്റുള്ള കൃഷികൾക്കൊക്കെ നമ്മൾ കൊടുക്കുന്ന വളം ഉപകാരപ്പെടും. പയറൊക്കെ നല്ല രീതിയിലുണ്ടാകുന്നുണ്ട്. അപ്പോൾ ഒരു കൊല്ലം കൊണ്ട് ഇതാണിപ്പോൾ ഇതിൻ്റെ വലിപ്പം. ഇതിപ്പം പോയ സ്ഥലത്ത് തൈ വെച്ചതാണ്. ഒരു 2 മാസത്തെ പഴക്കമുള്ളൂ. അപ്പോൾ ഈ തൈകൾ ഒരു വർഷം കൊണ്ടാണ് നമുക്കിപ്പോൾ ഈ കോലത്തിലായി കിട്ടിയത്. അപ്പോൾ അത് നമ്മളെ വളത്തിൻ്റെയും കൂടെ ഒരു ഗുണമാണ്. പിന്നെ അവിടുത്തെ മണ്ണിന് ആ മണ്ണിൻ്റെതായ ഗുണമുണ്ട്. പക്ഷേ മണ്ണിൻ്റെ ഗുണത്തോടൊപ്പം ആ ഗുണത്തിന് സസ്യങ്ങൾക്ക് കൊടുക്കാനുള്ള കപ്പാസിറ്റി നമ്മളെ വളത്തിന് ഉണ്ടായി എന്നുള്ളതാണ്.